ഒരു എക്സാമിനേഷൻ എഴുതുമ്പം നമ്മൾ പഠിക്കുന്ന മെത്തേഡ് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ മെത്തേഡേ അല്ല. നമ്മൾ ആ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ മെത്തേഡ് വേണമെങ്കിൽ ചിലപ്പം ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഒരു ഫണ്ണായിട്ട് ചിലപ്പോൾ ചില ടീച്ചേഴ്സ് നിങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ടാവാം. പക്ഷേ എക്സാമിനേഷൻ പോയിന്റ് ഓഫ് വ്യൂ നമ്മൾ ഈ രീതിയിൽ നമ്മുടെ സ്കൂൾ ക്ലാസ്സസിൽ ക്വസ്റ്റ്യൻ ചോദിച്ചാൽ നമ്മൾ ഫോളോ ചെയ്യുന്ന ഒരു ട്രഡീഷണൽ ആയ ഒരു മെത്തേഡ് ഉണ്ട്. നമുക്ക് നോക്കാം. നമ്മൾ എപ്പോഴും പറയും സിമിലർ ആയ റേഷ്യോസ്, അതായത് സെയിം റേഷ്യോന്, ഇപ്പോൾ ഈ ഒരു സംഭവം എന്ന് പറയുന്നത് ഇൻകത്തിൻ്റെ റേഷ്യോയാണ്. ഇൻകത്തിൻ്റെ റേഷ്യോന് നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു വേരിയബിൾ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു, 5x. ഓക്കെ, ഈ രണ്ട് റേഷ്യോനെയും ഞാൻ എക്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുവാണ്. അപ്പോൾ എനിക്ക് എന്ത് കിട്ടി? അതിനൂടെ ആക്ച്വൽ ഇൻകം 5x ആണ്, സിനൂടെ ആക്ച്വൽ ഇൻകം 7x ആണ്. ഓക്കെ, ഇനി ഇവിടെ രണ്ടാമതൊരു റേഷ്യോ ഉണ്ട്. ഇവിടെ എന്തുണ്ട്? രണ്ടാമത് നമുക്കൊരു റേഷ്യോ ഉണ്ട്. അപ്പോൾ ഈ രണ്ടാമത്തെ റേഷ്യോയ്ക്ക് നമ്മൾ എക്സ് എന്ന് തന്നെ കൊടുക്കില്ല. കാരണം ആ റേഷ്യോ എന്തിനെ കുറിച്ചിട്ടുള്ളതാണ്? എക്സ്പെൻഡിച്ചറിനെ കുറിച്ചിട്ടുള്ളതാണ്. ആദ്യത്തെ റേഷ്യോ ഇൻകം, ഒരേ സാധനത്തിനെ കുറിച്ചിട്ടുള്ള റേഷ്യോ ആവുമ്പോഴാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? സെയിം വേരിയബിൾ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നത്. രണ്ട് ഡിഫറെൻറ്റ് റേഷ്യോസ് ആവുമ്പോൾ നമ്മൾ ഡിഫറെൻ്റ് ആയ വേരിയബിൾസ് കൊണ്ടാണ് മൾട്ടിപ്ലൈ ചെയ്യുന്നത്. സേ ഫോർ എക്സാമ്പിൾ ഞാൻ ഇവരെ y കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാമെന്ന് വിചാരിച്ചോളൂ. അപ്പോൾ അനുവിടെ എക്സ്പെൻഡിച്ചർ എന്തായി? അനു എന്ന് പറയുന്ന ആളുടെ എക്സ്പെൻഡിച്ചർ 2y ആണ്. സിനു എന്ന് പറയുന്ന ആളുടെ എക്സ്പെൻഡിച്ചർ എന്താണ്? 3y ആണ്. ഈ സ്റ്റെപ്പ് വരെ ക്ലിയർ ആയല്ലോ. ഇനി നമുക്ക് സേവിങ്സിൻ്റെ ആക്ച്വൽ വാല്യൂ, അല്ലേ? ദേ ഹാവ് ഗിവൺ ദ ആക്ച്വൽ വാല്യൂ ഓഫ് എ സേവിങ്സ്. സേവിങ്സിൻ്റെ ആക്ച്വൽ വാല്യൂ നമുക്ക് തന്നിട്ടുണ്ട്. ഇതിനു മുമ്പ് നമ്മൾ പ്രോബ്ലംസ് ചെയ്ത സമയത്ത് അവരെന്തെങ്കിലും ഒരു ആക്ച്വൽ വാല്യൂ തന്നിട്ടുണ്ടെങ്കിൽ നമുക്കത് ഒന്നെങ്കിൽ അതിൻ്റെ റേഷ്യോ നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടാവും, ഇല്ലെങ്കിൽ നമുക്ക് ആ ഒരു റേഷ്യോ നമുക്ക് ഡെഡ്യൂസ് ചെയ്യാൻ പറ്റും, അല്ലേ? നമുക്കിതിന് മുമ്പ് നമ്മൾ ചെയ്ത സെറ്റ് ഓഫ് പ്രോബ്ലംസിൽ ഏതിൻ്റെയെങ്കിലും ആക്ച്വൽ വാല്യൂ അവരങ്ങനെ തന്നിട്ടുണ്ടെങ്കിൽ ഒന്നെങ്കിൽ അതിൻ്റെ റേഷ്യോ നമുക്ക് ക്വസ്റ്റ്യനിൽ ഡയറക്റ്റായി തന്നിട്ടുണ്ടാവും, ഓർ അറ്റ്ലീസ്റ്റ് നമുക്ക് അതിൻ്റെ റേഷ്യോ വാല്യൂ നമുക്ക് ഡെഡ്യൂസ് ചെയ്യാൻ പറ്റും. പക്ഷെ ഇവിടെ അങ്ങനെയല്ല. ഇൻകത്തിൻ്റെ റേഷ്യോ ഉണ്ട്, എക്സ്പെൻഡിച്ചറിൻ്റെ റേഷ്യോ ഉണ്ട്. യെസ്, അത് വെച്ചിട്ടല്ലേ, അത് ഈ റേഷ്യോ മാത്രം വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? സേവിങ്സിൻ്റെ ഈ റേഷ്യോ മാത്രം വെച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? സേവിങ്സിൻ്റെ റേഷ്യോ നമുക്ക് ഡിറൈവ് ചെയ്യാൻ പറ്റില്ല. നോക്കിക്കോളൂ. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ട്രഡീഷണൽ മെത്തേഡിൽ നമ്മൾ എക്സ് വൈ, കാരണം ഇവിടെ രണ്ട് വേരിയബിൾസ് ഉണ്ട്, എക്സ് വൈ എന്നൊക്കെ നമ്മൾ അപ്ലൈ ചെയ്തു. നമുക്കറിയാം ഇൻകത്തിൻ്റെ ആക്ച്വൽ വാല്യൂവിൽ നിന്ന് എക്സ്പെൻഡിച്ചറിൻ്റെ ആക്ച്വൽ വാല്യൂ കുറച്ചാൽ നമുക്ക് എന്ത് കിട്ടും? സേവിങ്സിൻ്റെ ആക്ച്വൽ വാല്യൂ കിട്ടും. അപ്പം ഞാൻ ഇനി അനുവിടെ സേവിങ്സ് ആണ്. ഓക്കെ, ഇത് ഇൻകം ആണ്, ഇത് എക്സ്പെൻഡിച്ചർ ആണ്. ഇവിടെ ഒരു കാര്യം ചെയ്യാം, ഇവിടെ ഞാൻ സേവിങ്സ് എന്ന് കൊടുക്കാം. സേവിങ്സ് ആദ്യം ആരാണ്? ആദ്യം ഞാൻ അനുയുടെ കാര്യം നോക്കാം. അനുയുടെ സേവിങ്സ് എന്ന് പറയുമ്പോൾ നോക്കിക്കോളൂ, ഇൻകം 5